ഹായ്, ഇന്നൊരു പുതിയ മാങ്ങ പരിചയപ്പെടാം. കുറച്ചായാലേ. ഇതാണ് ലിലി, ഫ്ലോറിഡക്കാരനാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചോളൂ. ഇത് ലിലിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഓക്കെ, ഇത് ഈജിപ്തിൽ നിന്നാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ പാരൻസോ ഒന്നും എനിക്കറിയില്ല. ലിലി എന്നാണ് ഇതിൻ്റെ പേര്. സ്വദേശം ഫ്ലോറിഡ ആണ്. ഒരുപാട് ഫ്ലോറിഡ മാങ്ങകൾ ഈജിപ്തിൽ കൊമേഴ്ഷ്യലി കൾട്ടിവേറ്റ് ചെയ്യുന്നത്, നമ്മുടെ കീത്തൊക്കെ പോലെ. ഒരു ലേറ്റ് സീസൺ വെറൈറ്റിയാണ്. ഓക്കെ, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും പറഞ്ഞുതരാം. നല്ല കാണാൻ ഭംഗിയുള്ള നല്ലൊരു മാങ്ങ. ഓക്കെ, കാണുമ്പോൾ കട്ടയിട്ട് അതിൻ്റെ ടേസ്റ്റും ഫ്രാഗ്രൻസും ഒക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറയാം. യെല്ലോ ഫ്ലഷാണ്. ഓക്കെ, താഴ്ഭാഗത്ത് ലേശം പഴുപ്പ് കൂടിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ചെറുതായിട്ടൊരു ഫൈബറിൻ്റെ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ചിലപ്പം ഞരമ്പാകാം. ഒരുപാട് മധുരമില്ല. മധുരം ലേശം കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫ്ലേവർ ഒരു മൈൽഡ് ഫ്ലേവർ, ഒരു എന്താണ് പറയുക, ഒരു സംഭവം ഫ്ലേവർ, ഒരു നല്ലൊരു മാങ്ങ കഴിച്ചൊരു ഫ്ലേവറൊന്നും കിട്ടുന്നില്ല. ഏകദേശം നമ്മുടെ ഈ നവോമി, പാൽമർ ഇതൊക്കെ ഉണ്ടല്ലോ, ഏകദേശം അതിനെക്കാട്ടി ഒരു കുറച്ചും കൂടി ഫ്ലേവർ ബെറ്റർ ആണെന്നുള്ളൂ. നല്ല ഫ്ലഷ് ക്വാളിറ്റിയാണ്, പക്ഷേ ഫ്ലേവർ മിസ്സിങ് ആണ്. നമ്മൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ മാങ്ങ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ സീഡ്ലിംഗ് ആണെന്നൊന്നും അറിയില്ല. പക്ഷേ ഒരു നല്ലൊരു മാങ്ങ കഴിച്ചൊരു ഫീലൊന്നും ഇതിന് എനിക്ക് കിട്ടുന്നില്ല. ലില്ലി, മാംഗോ ലില്ലി, ഫ്ലോറിഡക്കാരനാണ്. അപ്പം എന്താണ് പറയുക, ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ മാങ്ങ. നമുക്ക് നല്ലൊരു മാങ്ങ കഴിച്ചാൽ കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, മാങ്ങൻ്റെ ആ ടേസ്റ്റ് അല്ലെങ്കിൽ ഫ്ലേവർ അതില്ല. എന്നാൽ ആ ഫ്ലേവറിൻ്റെ മുകളിൽ നിന്നൊക്കെ ചില മാങ്ങക്ക് നല്ല മധുരം ഉണ്ടാവും. ഇത് അത്രയും ഇല്ല. മധുരവും കുറവാണ്, ഫ്ലേവറും മിസ്സിംഗ് ആണ്. പക്ഷെ കാണാൻ അടിപൊളിയാണ്. സീഡ് ടു ഫ്ലഷ് റേഷ്യോ ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം ഷെൽഫ് ലൈഫൊക്കെ ഉള്ള മാങ്ങയെ തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു മാങ്ങയല്ല ഇപ്പം കഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ. അത്യാവശ്യം മൂപ്പുള്ളതൊക്കെ നോക്കി എടുത്തിട്ടുണ്ട്. ചിലപ്പം മരത്തിൽ നിന്ന് പോയിട്ട് ഇതിനെക്കാട്ടി ഒന്നുകൂടി ബെറ്റർ ആകാം. ഓക്കെ, ഗുഡ് ഡേ.